പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്. നിങ്ങൾ എത്ര പേരിലേക്ക് ഈ ഒരു സന്ദേശം എത്തുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാനൊരു ചെറിയ ശ്രമം നടത്തുകയാണ്. നമ്മുടെ പാർലമെൻറ്റ്, അതിമഹത്തായ പാർലമെൻറ്റിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഏതൊക്കെ ബില്ലുകൾ പാസ്സാക്കി എന്നുള്ളത് കൃത്യമായി നമുക്ക് കാണാൻ ഇപ്പം പാർലമെൻറ്റിലെ രണ്ട് സഭകളിലെയും കൃത്യമായി കാര്യങ്ങൾ നടക്കുന്നത് കാണാൻ നമുക്ക് രണ്ട് ചാനലുകളുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലൂടെയാണ് ഞാൻ ഈ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പാർലമെൻറ്റിൽ പലപ്പോഴും ചോദ്യം ചോദിക്കാൻ വിളിക്കുമ്പോൾ പാർലമെൻറ്റിലേക്ക് നമ്മൾ ജയിപ്പിച്ചു വിട്ടവർ ചോദ്യം ചോദിക്കാൻ വിളിക്കുമ്പോൾ അവർ പാർലമെൻറ്റിൽ ഹാജരായിട്ടില്ല എന്നുള്ള സങ്കടകരമായ കാര്യമാണ് പലപ്പോഴും കാണാൻ സാധിക്കാറ്. അതെന്തിൻ്റെ പേരിലാണെങ്കിലും ആ ഒരു കാര്യം നമ്മൾ പൊതുജനങ്ങൾ അനുവദിച്ചു കൊടുക്കരുത്, മതിയായ കാരണമില്ലാതെ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു ദിവസം പാർലമെൻറ്റ് സമ്മേളിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവാണ്. അപ്പോൾ ശരിക്കും ഈ പാർലമെൻറ്റ് തടസ്സപ്പെടുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ ആരെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ വരാത്ത ദിവസങ്ങളിലോ, ചോദ്യം ചോദിക്കാൻ അംഗങ്ങളെ വിളിക്കുമ്പോൾ വരാത്ത ദിവസങ്ങളിലോ തീർച്ചയായും ഭാരതത്തിന് നഷ്ടമാകുന്നത് പൊതുജനങ്ങളുടെ പൈസയാണ്. അതുകൊണ്ട് ഇതിനെതിരെ കൃത്യമായി വോട്ട് ചെയ്യുമ്പോൾ ജാതി, മതം അല്ലെങ്കിൽ വേറെ പാർട്ടി ബന്ധങ്ങൾ ഒന്നും നോക്കാതെ കൃത്യമായി പ്രതികരിച്ചാലേ നമ്മുടെ ഒരു പാർലമെൻറ്റ് സമ്മേളനം സുഗമമായി മുന്നോട്ട് പോകൂ എന്ന് ഈ എളിയ മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം. നിങ്ങളെല്ലാവരും എൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്ന് നെജു ഭാരതം. ജയ് ഹിന്ദ്.